ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന മെറ്റൽ ഹെയർ ബോ 2 വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബാൻഡാണ്. പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ്. ക്യാൻ ലേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്രീം കളറാണ്, ഓഫ് വൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിൽ. അപ്പോൾ ഇതിൽ ഞാൻ വന്നിട്ട് ക്യാൻ ലേസ്, നമ്മുടെ നോർമൽ ലേസ് വേണമെങ്കിലും എടുക്കാം, അതല്ല എങ്കിൽ ഒരു വെറൈറ്റിക്ക് ഇങ്ങനത്തെ എടുക്കാം. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് എന്നിട്ട് ഞാൻ എൻഡ് ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ സ്റ്റോണിൻ്റെ ലേസ് ഉണ്ടെന്ന്, അപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാൻ ലേസ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് B7000 അതേപോലെ ഹോട്ട് ഗ്ലൂ ഗണ്ണും വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു സൈഡിൽ സ്റ്റോണിൻ്റെ ലേസും അതേപോലെ ബീഡിൻ്റെ ചെയിനുമാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ബീഡിൻ്റെ ചെയിൻ ഒട്ടിച്ച് കൊടുക്കണ്ട, വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് തന്നെ വിടാം. അല്ല എങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു വർക്കും കൂടെ സൈഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ നമ്മുടെ ഗ്രീൻ്റെ ലേസ് പോലെ ഇപ്പുറത്തും കൊടുത്തിട്ട് അവിടെ വൈറ്റ് സ്റ്റോൺ ലേസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനതൊന്ന് വർക്ക് ചെയ്യാമെന്ന് ഓർത്തു, വെറുതെ പോവണ്ടെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ആ രണ്ടും കൂടെ വെച്ചൊരു വർക്ക് ചെയ്തതാണ്. ഇതേപോലെ നമുക്ക് വേണേൽ ഹെയർ ബോ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്യാൻവാസിലൊട്ടിക്കാനും എടുക്കാം. അത് കഴിഞ്ഞ് ക്യാൻവാസിൻ്റെ ബാക്കി വരുന്നതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് നന്നായി സ്റ്റിക്കായി എന്ന് ഉറപ്പാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് മെൽറ്റായി ഞാൻ 24 hours വെച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ഉരുക്കുമ്പോൾ നന്നായി മെൽറ്റായിട്ട് അതിലേക്ക് ഉരുക്കി പിടിക്കാൻ തോന്നി ഒന്ന് കൈ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒട്ടിയിരുന്നോളും. അത് കഴിഞ്ഞ് ഞാൻ B7000 വെച്ച് അപ്ലൈ ചെയ്തിട്ട് ബട്ടർഫ്ലൈസ് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആദ്യം ഞാൻ ബട്ടർഫ്ലൈ ആണ് ഒട്ടിക്കുന്നത്. കാരണം പിന്നെ ബട്ടർഫ്ലൈ വെക്കാൻ സ്പേസ് ഇല്ലെങ്കിലോ, ബീഡ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും വെക്കാം. ബട്ടർഫ്ലൈ അങ്ങനെയല്ലല്ലോ, കുറച്ച് സ്പേസ് വേണ്ടേ അതിന്. അപ്പോൾ അതും ഞാൻ പിന്നെ ഫ്ലവറും ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാം. വേണമെങ്കിൽ ബീഡ്സ് മാത്രമായിട്ട് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോൺസ്, കഴിഞ്ഞ ദിവസം ക്ലിപ്പയിലൊക്കെ ചെയ്ത സ്റ്റോൺസ് ഉള്ളത് കൊണ്ട് അതും, അല്ലെങ്കിൽ ലേസിൻ്റെ കട്ട് ചെയ്തിട്ട്, അങ്ങനെ നമുക്ക് പല ഐഡിയസിൽ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഇത് കുറേ നേരം എടുക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തു. കുറച്ച് ബീഡ്സ് എല്ലാം കൂടി ഒരു കവറിലേക്ക് ഇടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡ് കുറച്ചൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് അതങ്ങ് ഇതേപോലെ ഇങ്ങനെ ഇടുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ ഇട്ട് നോക്കി, പക്ഷെ നടന്നില്ല. അപ്പം ഞാൻ പിന്നെ കൈയും കൊണ്ട് ഇടണ്ട, പാക്കറ്റ് തന്നെ ഇടാമെന്ന് ഓർത്ത് പാക്കറ്റിൽ നിന്ന് തന്നെ ഇടാൻ തുടങ്ങി. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കാൻ ചെറുതും വലുതും പിങ്കും എല്ലാ ബീഡ്സും കൂടെ ചേർത്തിട്ടാണ്. നമുക്ക് മാക്സിമം ഞാൻ 6mm ആണ് വലുതെടുത്ത വൈറ്റ്, 4mm 3mm ആണ് ബാക്കി ബീഡ്സ് എടുത്തത്. അപ്പോൾ ഞാൻ പല കളർ എടുത്തില്ല, കാരണം ഒരേ വെറൈറ്റി ആയിട്ട് ക്രീം തന്നെയല്ലേ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് തന്നെ പോകാം, മൾട്ടി കളർ ആവാതെ സ്റ്റോൺസ് മാത്രം മൾട്ടി ആവട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇത് ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തത്. B7000 ഒന്ന് പുറത്ത് കുറച്ച് നേരം നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒന്ന് കട്ട പിടിക്കാൻ തുടങ്ങുമ്പോൾ വേണം അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടും. അതേപോലെ പെട്ടെന്ന് തന്നെ ബീഡ്സും ഇടണം. അതല്ല എങ്കിൽ മെൽറ്റായിട്ട് താഴേക്ക് പോകും. അപ്പം നമുക്ക് പെട്ടെന്ന് ഒട്ടുമില്ല, അപ്പുറം വശം ഗമ്മാവും. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ വേഗം അപ്ലൈ ചെയ്തിട്ട് ഇത് പാക്കറ്റ് തന്നെ ഇടാൻ തുടങ്ങി. പാക്കറ്റിൽ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് എല്ലായിടത്തും കൊള്ളുകയും ചെയ്യും, ബീഡ്സ് എവിടെയും പോവുകയില്ല. നമുക്ക് ആവശ്യത്തിന് കൂടുതൽ ബീഡ്സ് കിടക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യാം, സ്റ്റോൺസ് ഒട്ടിക്കാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന ബീഡ്സ് മാത്രമല്ലാതെ സ്റ്റോൺസും ലേസിൻ്റെ സ്റ്റോൺസും ഒക്കെ 2 ടൈപ്പ് സ്റ്റോൺസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോൺ ടൈപ്പും ഉണ്ട്, നമ്മുടെ ഗ്രീൻ ലേസ് വരുന്ന അങ്ങനത്തെ സ്റ്റോൺസും ഉണ്ട്. അപ്പോൾ എല്ലാം ഒട്ടിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല മനോഹരമായില്ലേ. നമുക്ക് വേണം നിറച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ലേസ് കാണാൻ വേണ്ടി, ഉള്ളിലെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും മാത്രം വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഉള്ളിൽ നിന്ന് നമ്മൾ ഗ്ലൂ കൊടുക്കുന്നുണ്ട്. കാരണം എന്തിനാണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചിലയിടത്ത് എവിടെയെങ്കിലും ആവാത്ത ഉണ്ടെങ്കിലോ എന്ന് ഓർത്ത് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായി മെൽറ്റായിട്ട് ഉള്ളിലിരുന്നോളും. അപ്പോൾ ഇതേപോലെ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഒന്ന് ഡാപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഫിംഗർ വെച്ച് ഇതേപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഗമ്മ് ഒട്ടിയിരുന്നോളും. ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.